ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എൻ്റെ കുറേ പോസിറ്റീവ് ഫീൽ ഗുഡ് വൈബ്സ് ആണ്. അതായത് ഒരു ഭാഷാ പഠനത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഗുഡ് മൊമെൻറ്റ്സുകളെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവരോടും ഇപ്പോൾ നിങ്ങൾക്ക് ഭാഷ പഠിക്കുമ്പോൾ എന്താണ് ഭാഷാ പഠനത്തിലൂടെ നിങ്ങൾ നേടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഉത്തരം പറയാൻ പറ്റും. നമുക്കൊരു പുതിയ ലാംഗ്വേജ് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ ഞാൻ അതൊന്നല്ല, വേറെ കുറേ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് ചിന്തകൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. ഐ ഫീൽ ഗുഡ് അബൌട്ട് ദാറ്റ്, സോ ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് ദാറ്റ്. ഓക്കെ, ഫസ്റ്റ് എനിക്ക് ഏറ്റവും അമേസിങ് ആയിട്ടുള്ള ഒരു കാര്യം തോന്നിയത് നമ്മളൊരു ഭാഷാ പഠനത്തിൽ എന്നുള്ളത് നമ്മൾ ഭയങ്കര എനർജറ്റിക് ആവും. കാരണം എന്താ വെച്ചാൽ പലപ്പോഴും നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ട്രാക്കിൽ ഇങ്ങനെ പോകുമ്പോൾ പുതിയൊരു വൈബ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പം നമ്മളൊരു പുതിയൊരു ഭാഷാ പഠനം എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് പുതിയൊരു അഡ്വെഞ്ചറാണ്, പുതിയൊരു ടാസ്കുകളാണ്, പുതിയൊരു കാര്യങ്ങൾ പഠിക്കുക. അപ്പോൾ നമുക്ക് എന്തോ ഒരു തരം എനർജി കിട്ടും. അതാണ് ഒന്നാമത് എനിക്കൊരു ഭാഷാ പഠനത്തിലൂടെ ഫീൽ ചെയ്ത ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾ ഈ കാറ് മറ്റേ ബൈക്ക് റൈസിങ്ങിലൊക്കെ ഉണ്ടാകും. നമ്മളൊരു ഗോൾഡ് കോയിൻസ് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് നേടിയെടുക്കാം. അപ്പോൾ നമ്മൾക്കിങ്ങനെ നമ്മുടെ സ്കോർ ബോർഡിൽ പുതിയ പോയിൻറ്റ്സുകളൊക്കെ കാണുമ്പോൾ പുതിയ കോയിൻസിൻ്റെ എണ്ണം ഇങ്ങനെ കൗണ്ട് കൂടുമ്പോൾ നമുക്ക് എന്തോ ഒരു തരം ഹാപ്പി ഫീൽ ചെയ്യും. അതായത് ഹോർമോൺ പ്രവർത്തനം നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലാംഗ്വേജ് പഠനത്തിലും ആ ഒരു സെയിം പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു പുതിയൊരു ഭാഷ പഠിക്കുന്ന സമയത്ത് ഇന്നലെ ഇല്ലാത്തതിനേക്കാൾ ഇന്നൊരു പുതിയ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു ഫീൽ ഐ ഡിഡ് സംതിങ് ഗുഡ്. അപ്പം നമ്മൾക്ക് തന്നെ ഒരു റിവാർഡ് കൊടുക്കും. നമ്മൾ ചിലപ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യുകയൊന്നും ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ എന്നോട് തന്നെ യു ഡിഡ് എ ഗ്രേറ്റ് ജോബ് അങ്ങനെയൊന്നും പറയില്ല. പക്ഷെ നമുക്കൊരു ഐ ഡിഡ് സംതിങ് ന്യൂ എന്നുള്ളൊരു ഭയങ്കര ഒരു എനർജറ്റിക്, അതായത് നമുക്ക് ഒരു സെൽഫ് റിവാർഡ് നമ്മൾ തന്നെ കൊടുക്കും. മൂന്നാമത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭയങ്കര രസകരമായിട്ടുള്ളൊരു ഫീൽ ചെയ്തത് നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കൂടും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാനൊരു പുഴ നീന്തി കടന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒന്നുകൂടി ഒരു കോൺഫിഡൻസ് കിട്ടും. എനിക്ക് കുറച്ചുകൂടെ നീന്താൻ കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻസ് കിട്ടും. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. പുതിയ സ്കില്ല് പഠിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. അതേപോലെ തന്നെയാണ് പുതിയൊരു ഭാഷ പഠിക്കുമ്പോൾ എവിടെ നിന്നൊക്കെയോ നമുക്കൊരു തരം പുതിയൊരു കോൺഫിഡൻസ് നമുക്ക് എന്ത് ചെയ്യും നേടിയെടുക്കാൻ പറ്റും. ഇംഗ്ലീഷ് ഭാഷ പഠിക്കുമ്പോൾ പ്രത്യേകിച്ചും നമുക്കൊരു ഒരു ധൈര്യം നമുക്ക് എവിടെ നിന്നൊക്കെ നമുക്ക് വരും. പിന്നെ വേറൊരു നാലാമത് എനിക്ക് രസകരമായിട്ടുള്ളൊരു സാധനം എന്ന് വെച്ചാൽ നമ്മളറിയാതെ തന്നെ ഒരു ഡിസിപ്ലിൻ ക്യാരക്ടർ നമ്മൾ ബിൽഡ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഭാഷാ പഠനം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈം ടേക്കിങ്. വി നീഡ് ടു ടേക്ക് റിപ്പീറ്റഡ് ആക്ഷൻ. നമ്മൾ നിരന്തരമായിട്ട് എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. അപ്പം നമ്മളറിയാതെ നമ്മളൊരു ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യും. അതായത് നമ്മൾ നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നോക്കും. നമ്മുടെ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മളൊന്നുകൂടിയും ഭാഷാ പഠനത്തിന് സമയം വെക്കും. നമ്മളൊരു ഗോള് വെക്കും. അങ്ങനെ ഒരുപാട് കൈൻഡ് ഓഫ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഡിസിപ്ലിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കും. നമ്മളൊരു നല്ലൊരു ക്യാരക്ടർ നമ്മളറിയാതെ നമ്മൾ എന്ത് ചെയ്യും അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ വലിയൊരു മെസ്സേജ് നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ലാംഗ്വേജ് പഠനത്തിലൂടെ മനസ്സിലാക്കും. അതായത് നിങ്ങളൊരു ഭാഷ പഠനം തീരെ അറിയാത്ത ഒരാൾ കുറേയൊക്കെ പ്രാക്ടീസ് ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ചൊക്കെ റിസൾട്ട് കിട്ടാൻ നോക്കുമ്പോൾ നിങ്ങളോട് പറയുന്ന വലിയൊരു മെസ്സേജ് ഉണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് റെപ്പിറ്റേഷൻസ് ആൻഡ് കൺസിസ്റ്റൻസി ആൻഡ് ഹാവിങ് എ ഗോൾ. നിങ്ങൾക്കൊരു ഗോളും നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് അതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്താൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അത് നിങ്ങളോട് തന്നെ പ്രൂവ് ചെയ്യും. അങ്ങനത്തെ വലിയൊരു മെസ്സേജ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഭാഷാ പഠനത്തിലൂടെ കിട്ടുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഫസ്റ്റ് പറഞ്ഞൊരു സെയിം പോയിൻ്റ് തന്നെയാണ്. അതായത് ഭാഷാ പഠനം എന്ന് പറയുന്നത് നമ്മൾ പുതിയൊരു കാര്യം ചെയ്യുന്നതാണ്. പുതിയത് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു ഫീൽ ഗുഡ് വൈബാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് അമേസിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഭാഷാ പഠനം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഭാഷാ പഠനത്തിലൂടെ ഫീൽ ചെയ്ത അനുഭവങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ പങ്കുവെക്കുക, കമൻറ്റിലൂടെ എന്ത് ചെയ്യുക പറയുക. താങ്ക് യു സോ മച്ച്.